ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് 4-ാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ ഉയർത്തിയ കൂറ്റൻ ലീഡിനെതിരെ പൊരുതിക്കളിച്ച ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ബലത്തിൽ ഇന്ത്യ സമനില പിടിച്ചിരിക്കുകയാണ്. ആവേശജനകമായ അവസാനത്തെ ദിവസം രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ സമനില പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം. 4-ാം ദിനത്തിൽ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ട പെയർ എന്ന റെക്കോർഡ് സ്വന്തം പേരുകളിലാക്കിയിട്ടാണ് ഗില്ലും രാഹുലും കളി അവസാനിപ്പിക്കുന്നത്. 400-ലധികം പന്തുകളാണ് ഇരുവരും ചേർന്ന് നേരിടുന്നത്. 2 വിക്കറ്റ്, അതും ഒരു റൺസ് പോലും എടുക്കുന്നതിന് മുന്നേ 2 വിക്കറ്റ് നഷ്ടമായ ഘട്ടത്തിൽ നിന്നും ഇത്രത്തോളം വലിയൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക, അത്രത്തോളം പന്തുകൾ നേരിടുക എന്ന് പറഞ്ഞ് ചില്ലറ കാര്യമല്ല. സെഞ്ചുറിക്ക് 10 റൺസ് അകലെ രാഹുൽ വീണുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് എക്കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു ഐക്കോണിക് ഇന്നിങ്സ് തന്നെയാണ് ഗില്ലിൻ്റെ സെഞ്ചുറി. ഇതിനു മുന്നേ 200-ഉം 250-ഉം ഒക്കെ ഈ ഒരു ടെസ്റ്റ് സീരീസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സെഞ്ചുറി തന്നെയാണ് അദ്ദേഹത്തിന് ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഈ സീരീസിൽ തന്നെ 200-ഉം 250-ഉം ഒക്കെ അദ്ദേഹം മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സെഞ്ചുറി തന്നെയാണ് ഇതുവരെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അത്രത്തോളം മികച്ച ഒരു സെഞ്ചുറി. ആ ഒരു പ്രഷർ സിറ്റുവേഷൻ എത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തതെന്ന് നോക്കണം. പക്ഷേ 5-ാം ദിനം സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാഹുലും പെട്ടെന്ന് തന്നെ ഗില്ലും പുറത്തായപ്പോൾ ഇന്ത്യ ഒരു തോൽവി മണത്തുമെന്ന് തന്നെ പറയാം. പക്ഷേ പിന്നീടെത്തിയ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും അവരുടെ ഇന്നിങ്സുകൾ, ആ 2 സെഞ്ചുറികൾ, 5-ാം ദിനത്തിൽ ഇന്ത്യയുടെ ബാക്കി 6 വിക്കറ്റുകൾ കൂടി നേടാനായി ഇംഗ്ലണ്ട് പഠിച്ചവണി 18 നോക്കിയിട്ട് പോലും അത് നടന്നില്ല എന്ന് തന്നെ പറയാം. രവീന്ദ്ര ജഡേജയുടെ പരിചയ സമ്പത്ത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ഇംഗ്ലണ്ട് ബൗളർമാരെ നേരിട്ടു. ഈ വിക്കറ്റ് എടുക്കാനായിട്ട് പലതവണ ശ്രമിച്ചെങ്കിൽ പോലും അതിനൊന്നും അവസരം കിട്ടില്ല. ഒരു ക്യാച്ച് റൂട്ട് കൈവിട്ട് കളഞ്ഞതും ഇന്ത്യക്ക് ഭാഗ്യമായി. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള 2 ഇന്നിങ്സുകൾ. വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കേസ് എടുത്ത് തന്നെ പറയണം. അദ്ദേഹം കരിയറിൽ തൻ്റെ ഫസ്റ്റ് സെഞ്ചുറി, അത് ഓവർസീസിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നേടി. ഈ ഒരു സെഞ്ചുറി എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. ഇരുവരും ചേർന്ന് 400-നടുത്ത് പന്തുകളാണ് നേരിട്ടത്. അതും ഇന്ത്യൻ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് 2ാമത്തെ പാർട്ട്ണർഷിപ്പായിട്ട് മാറുമായിരുന്നു. രവീന്ദ്ര ജഡേജ പേഴ്സൺ കേസ് പറയുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് ബാറ്റർ എന്ന രീതിയിൽ എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് ഇന്നിങ്സുകളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലില്ല. ഒരു ബോളർ എന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി അങ്ങോട്ട് കുറേ കാലം കളിച്ചാൽ പോലും അതിന് വലിയ മാറ്റമൊന്നും വരാൻ പോകില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്നിങ്സുകൾ ആ ഒരു കരിയറും ഓർമ്മിക്കപ്പെടാനായിട്ട് എപ്പോഴും നിലനിൽക്കും. അങ്ങനത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കളിച്ചത്. 15 ഓവർ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റോക്സ് ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ട് കൈ കൊടുക്കാനായിട്ട് ചെന്നെങ്കിലും അത് നിരസിച്ച് തങ്ങൾ 2 പേര് സെഞ്ചുറി അടിച്ചതിന് ശേഷം മാത്രമാണ് ഇനിയൊരു സമനിലയെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് രവീന്ദ്ര ജഡേജ പറഞ്ഞത്. അതുപോലെ തന്നെ 2 പേരും സെഞ്ചുറി അടിച്ച് കളി സമനിലയിൽ പിരിയാനായിട്ട് പറയായിരുന്നു. സ്റ്റോക്സ് അതിനുശേഷം ഹസ്തദാനം ചെയ്യാനൊക്കെ റെഫ്യൂസ് ചെയ്യാണ്ടായത്. എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാൻ താല്പര്യമില്ല, തൻ്റെ ബൗളേഴ്സിനെ ഇത്രയും എറിഞ്ഞ് വലപ്പിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പോലെ ആ ഒരു അതൃപ്തി സ്റ്റോക്സ് രേഖപ്പെടുത്തുന്നുണ്ടായി. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ്, ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താനായിട്ട് മത്സരം ദീർഘിപ്പിച്ചാൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് കമൻറ്റേറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും പറയാനുള്ളത്. സ്റ്റോക്സിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കൽ തന്നെയായിരുന്നു അവിടെ കണ്ടത്. കാരണം ഒരു സെഞ്ചുറിയും 5 വിക്കറ്റ് പ്രകടനവും പ്ലെയർ ഓഫ് ദ മാച്ചും എല്ലാം കിട്ടിയിട്ട് പോലും ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ ഡിക്ലെയർ ചെയ്ത് ഇന്ത്യക്ക് കുറച്ചുകൂടി അധികം സമയം ബാറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നായേക്കാം. എന്നാൽ പോലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ട് പേടിച്ചിട്ട് തന്നെയായിരിക്കും 300+ ലീഡ് വരെ കാത്തുന്നത്. എന്തായാലും അത് മണ്ടത്തരമായി ഇന്ത്യ ഒരു സമനില പിടിച്ചു. എന്തായാലും ഈ മത്സരത്തിൽ 2 ടീമിന് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ തോന്നുന്നു അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ട് ഈ പേസിംഗ് യൂണിറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഓൾറെഡി 240-ലധികം ഓവറുകളാണ് 2 ഇന്നിങ്സുകളായിട്ട് ഇംഗ്ലണ്ട് ബോളർമാർ എറിഞ്ഞു തീർത്തത്. അതിൽ തന്നെ ഒരുപാട് പ്ലേയേഴ്സിന് പരിക്കും അല്ലെങ്കിൽ ടയർഡ്നെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം വലഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ കേസിൽ ഋഷഭ് പന്തിൻ്റെ പരിക്കും കാര്യങ്ങളും, ഇനിയിപ്പോൾ ബാക്കി പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി, അടുത്ത മത്സരത്തിൽ കുൽദീപ് യാദവ് കളിക്കില്ല എന്ന് അറിയാമില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ 2 ടീമിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ മത്സരത്തിൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബെൻ സ്റ്റോക്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് പെർഫോമൻസ് നമ്മൾ കണക്കിലെടുക്കാൻ തന്നെ വേണം. എന്നാൽ പോലും ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ ആ ഒരു ടെമ്പർമെൻറ്റിനെ പറ്റി ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതിയൊക്കെ എന്തായാലും വരും കാലത്ത് ഒരുപാട് മത്സരങ്ങളിൽ ഈ ഒരു മാച്ച് എക്സ്പീരിയൻസ് നന്നായിട്ട് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. KL രാഹുലിനായാലും ശുഭ്മാൻ ഗില്ലായാലും രവീന്ദ്ര ജഡേജ ആയാലും വാഷിംഗ്ടൺ സുന്ദർ ആയാലും അതുപോലെ ഫസ്റ്റ് ഇന്നിങ്സ് ഋഷഭ് പന്തിൻ്റെ ഒക്കെ ഇന്നിങ്സ്, എല്ലാത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലും ഈ ഒരു രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും. എന്തായാലും അടുത്ത മത്സരത്തിൽ ബോളിങ്ങിലും കാര്യമുള്ള ചേഞ്ചസ് ഇന്ത്യൻ ടീമിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. 80-ലധികം ഓവറുകൾ ഇംഗ്ലണ്ട് സ്പിന്നർമാർ എറിഞ്ഞിട്ട് പോലും ആകെ ഒരൊറ്റ ഇന്ത്യൻ വിക്കറ്റാണ് എടുക്കാൻ സാധിച്ചത്. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും അത്രയും മനോഹരമായ രീതിയിൽ സ്പിന്നർമാരെ കളിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ബുംറയേക്കാൾ കൂടുതൽ വിക്കറ്റുകൾ ഈ സീരീസിൽ സ്റ്റോക്സിനുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ എലൈറ്റ് ബാറ്ററായ റൂട്ടിനേക്കാൾ കൂടുതൽ റൺസ് ഞങ്ങളുടെ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയ്ക്ക് ഉണ്ടെന്ന് മറുപടിയാണ് ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സീരീസ് രവീന്ദ്ര ജഡേജ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം വേണമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ടെസ്റ്റിലെ ബാക്കി എന്തൊക്കെ തെറ്റുകൾ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ മികച്ച് നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കീപ് മോട്ടിവേറ്റിംഗ് അസ്. താങ്ക് യു.